السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യസ്രിബിലേക്ക് തന്റെ അനുയായികളെ അയക്കുകയും അങ്ങനെ യസ്രിബിൽ ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുന്നത് ശത്രുക്കൾ നോക്കിക്കാണുകയാണ്. മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒറ്റയ്ക്കും തെറ്റായുമെല്ലാം പലായനം ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ അപകടകരമായി തീരുമെന്ന് കണക്കുകൂട്ടുകയും ശക്തമായ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് കരുതുകയും ചെയ്തത് തികച്ചും സ്വാഭാവികം. തന്ത്രപ്രധാനമായ യസ്രിബിൽ ഇസ്ലാം വളരുന്നതും അവിടെ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായിത്തീരുന്നതും തങ്ങളുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് കണക്കുകൂട്ടിയ അവർ നബിയെപ്പറ്റി ഒരു അവസാന തീരുമാനമെടുക്കാനായി അവരുടെ ഒരു കൂടിയാലോചനാ കേന്ദ്രമായ ദാറുൻ നദുവയിൽ ഒരുമിച്ച് കൂടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വമാകുന്ന അനുഗ്രഹം ലഭിച്ച് 13ാമത്തെ വർഷം ഒരു സഫർ മാസം 27-ന് അഖബ ഉടമ്പടി കഴിഞ്ഞ് ഏകദേശം 2.5 മാസം കഴിഞ്ഞ് നടന്ന ഈ യോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംഫാൽ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം വളരെ കൃത്യമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കി തരും. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. നബിയെ, നിന്നെ ബന്ധനസ്ഥനാക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർത്തു നോക്കുക. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടവർ. അഥവാ അല്ലാഹുവിന്റെ തന്ത്രങ്ങളെ അതിജയിക്കാൻ മനുഷ്യന്റെ കുതന്ത്രങ്ങൾക്ക് കഴിയില്ലല്ലോ. അന്ന് അവരുടെ കൂടിയാലോചനാ കേന്ദ്രത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ചില തീരുമാനങ്ങളുണ്ടായി. ചില ആളുകൾ പറഞ്ഞു, നമ്മൾക്ക് നബിയെ നാട് കടത്താം. അപ്പൊ മറ്റു ചിലർ പറഞ്ഞു, അങ്ങനെ നാട് കടത്തിയാൽ പുറത്തെവിടെയെങ്കിലും പോയി നബി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആ സത്യത മനസ്സിലാക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്താൽ നമുക്കത് അപകടകരമായി തീരും. അപ്പൊ മറ്റു ചിലർ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരു ചങ്ങലയാൽ ബന്ധിച്ച് ഒരു മുറിയിൽ നബിയെ അടച്ചിടാം. അപ്പോഴും ആളുകൾ എതിരഭിപ്രായം പറഞ്ഞു, അങ്ങനെ ചെയ്താൽ നബിയുടെ അനുയായികൾ സംഘടിച്ചു വന്ന് നബിയെ മോചിപ്പിച്ചാലോ. ഈ സന്ദർഭത്തിലാണ് നജിദിൽ നിന്നെത്തിയ ഒരു വയോവൃദ്ധന്റെ രൂപത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ഇബ്ലീസ് ആ നിലയിലുള്ളതായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോ അവിടെ വെച്ചതായ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശക്തരും ധീരരുമായ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ വാള് നൽകുക. അവരെല്ലാവരും ഒരുമിച്ച് നബിയെ കൊല്ലുകയും ചെയ്താൽ എല്ലാ ഗോത്രങ്ങളോടും കൂടി പ്രതികാരം ചെയ്യാൻ അബ്ദുമനാഫ് ഗോത്രത്തിന് കഴിയില്ല. ഇത് അബൂജഹൽ പറയുകയും ഇബ്ലീസ് പിന്താങ്ങുകയും യോഗത്തിലുള്ളവരെല്ലാം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതും എല്ലാ കുടുംബത്തിൽ നിന്നുമുള്ള ഓരോ ആളുകൾ. സ്വാഭാവികമായും പ്രവാചക കുടുംബത്തിന് ഇനി എന്തെങ്കിലും എതിർപ്പുകൾ വന്നാൽ പോലും എല്ലാവരോടും ഒരുമിച്ച് നേരിടുക സാധ്യമല്ലല്ലോ. അപ്പൊ ആ സന്ദർഭത്തിൽ ആ വിഷയത്തെ ആ നിലയിൽ കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ യോഗത്തിൽ അങ്ങനെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഈ വിഷയം താരീഖു തബ്രിയിൽ സ്വീകാര്യമായ പരമ്പരയോടുകൂടെ നിവേദനം ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 11 പേർ വാളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. നബി പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ 11 പേരും ഒരുമിച്ച് വെട്ടി നബിയെ കൊല്ലണമെന്നാണ് അവരുടെ പദ്ധതി. പക്ഷേ
അള്ളാഹുവാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കുതന്ത്രക്കാരായ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. ഈ സന്ദർഭത്തിൽ നബിയെ പിന്തുടർന്നാൽ അറബികളുടെയും അനറബികളുടെയും ആധിപത്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും പുനരുജ്ജീവിപ്പിച്ച് ജോർദാനിലെ തോട്ടങ്ങളെപ്പോലെയുള്ള തോട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നും പിന്തുടരാത്തവരെല്ലാം കൊല്ലുമെന്നും പുനരുത്ഥാനത്തിന് ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുമാണ് നബി പറയുന്നത് എന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് അബൂജഹലും ആളുകളുമൊക്കെ നബിയെ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന നന്മകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോ അതെല്ലാം പരിഹാസ രൂപത്തിലാക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നബിയെ ഇല്ലാതാക്കുവാൻ അബൂജഹലും ആളുകളും അവിടെ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭവനത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് തന്റെ നാട്ടിൽ നിന്ന് ഹിജ്റ പോകുവാനുള്ള അനുവാദം ലഭിക്കുകയാണ്. അങ്ങനെ സാധാരണ നബി ഉറങ്ങാറുണ്ടായിരുന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കടത്തുകയും തന്റെ പുതപ്പ് പുതച്ച് ഉറങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. തന്നെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ അല്പം മണ്ണ് വാരിയെറിയുകയും സൂറത്തു യാസീനിലെ ആദ്യത്തെ 9 വചനങ്ങൾ ഓതുകയും ചെയ്തുകൊണ്ട് വീടിന് പുറത്തിറങ്ങുന്നു. ശത്രുക്കൾക്കിടയിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാണ്. തികച്ചും അത്ഭുതകരമായി നബിയെ അവർക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല. താൻ പാരായണം ചെയ്ത വാക്യങ്ങളിൽ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സത്യനിഷേധികൾക്കൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ചരിത്രത്തിന്റെ ആ മഹത്തരമായ മേഖലകളിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ധാരാളം ത്യാഗനിർഭരമായ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കാൻ ശ്രമിക്കുക, ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.